ലോകമെമ്പാടും പ്രാവുകൾ സമാധാനത്തിൻ്റെ ജീവസുറ്റ പ്രതീകമാണ്. കൊക്കിൽ ഒലീവിലയുമായി പറക്കുന്ന പ്രാവിൻ്റെ ചിത്രം സമാധാനദൂതിൻ്റെ അന്തർദേശീയ ചിഹ്നവുമാണ്. വെൺപിറാവുകളുടെ ഈ സ്വീകാര്യതയ്ക്ക് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട്. സന്ദേശവാഹകരായി കപോതങ്ങളെ വളരെ കാലം മുൻപ് തന്നെ മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നു. കൊക്കിൽ കൊക്കുരുമ്മി കുറുകിയിരിക്കുന്ന പ്രാവിണകൾ കാവ്യലോകത്തെ സ്നേഹസങ്കല്പമാണ്. നിരുപദ്രവവും നിഷ്കളങ്കവുമായ ഇവയുടെ രൂപഭാവങ്ങളും പെരുമാറ്റ രീതികളും ആയിരിക്കാം ഈ പക്ഷികൾക്ക് ഒരു സാർവജനീനമായ സ്വീകാര്യത നൽകിയത്. പ്രാവുകൾ ലോകമെമ്പാടും പ്രിയങ്കരങ്ങളായ വളർത്തുപക്ഷികളാണ്. കേരളത്തിൽ നമുക്കേറെ പരിചിതം വെൺനിറമാർന്ന അരിപ്രാവുകളും കറുപ്പ് കലർന്ന ചാരനിറത്തിലുള്ള അമ്പലപ്രാവുകളുമാണ്. ഒരു കാലത്ത് ഗ്രാമീണ വീട്ടുമുറ്റങ്ങളിലും അമ്പല പരിസരങ്ങളിലും ഇവ യഥേഷ്ടം പറന്നു നടന്നിരുന്നു. നഗരവൽക്കരണത്തോടെ ഈ കാഴ്ചകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു വിനോദവും ആനന്ദകരമായ അനുഭവവും എന്നതിനുമപ്പുറം പ്രാവു വളർത്തൽ ഗൗരവമുള്ള ഒന്നായിരുന്നില്ല. എന്നാൽ ഇതാ പുതിയ കാലം പ്രാവു വളർത്തലിൻ്റെ അനന്ത സാധ്യതകൾ തുറന്നിടുന്നു. ഒഴിവു സമയ വിനോദത്തിനുമപ്പുറം ഗണ്യമായ വരുമാനം നേടിത്തരുന്ന ജീവനോപാധിയായി ഈ പക്ഷി പരിപാലനം മാറിയിരിക്കുന്നു. തൃശൂരിലെ കണിമംഗലത്ത് വാലപ്പറമ്പിൽ വിഷ്ണു എന്ന യുവ സംരംഭകൻ പ്രാവു വളർത്തലിന്റെ വരുമാന സാധ്യതകൾ പരീക്ഷിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടെ അലങ്കാരപ്രാവുകളുടെ സമ്പന്നമായൊരു ശേഖരം തന്നെയുണ്ട്. ലോകമെമ്പാടും 300-ൽ പരം വ്യത്യസ്ത ഇനങ്ങൾ വളർത്തപ്പെടുന്നു. ഓരോ രാജ്യത്തെയും കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും ഇണങ്ങുന്ന പ്രാവുകൾ ഉണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും പൗട്ടേഴ്സ്, ജാക്കോബിൻസ്, ഫ്രിൽബാക്ക്, ഫാൻടെയിൽസ് എന്നിവയാണ് വളർത്തപ്പെടുന്നത്. ഈ ഇനങ്ങളെല്ലാം ആയിരക്കണക്കിന് രൂപ വിലമതിക്കുന്നവയുമാണ്. വിഷ്ണുവിൻ്റെ ശേഖരത്തിൽ അമേരിക്കൻ ഫാൻടെയിലുകൾക്കാണ് പ്രാമുഖ്യം. മയിൽപീലി പോലെ വാൽഭാഗത്ത് വളർന്ന് വിരിഞ്ഞു നിൽക്കുന്ന തൂവൽ സഞ്ചയമാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകത. വെളുപ്പ്, കറുപ്പ്, തവിട്ട് എന്നീ നിറങ്ങളിലും ഇവ കൂടിച്ചേർന്നുള്ള നിറങ്ങളിലും പ്രാവുകൾ വളരുന്നു. എല്ലാവരും കൺസെപ്റ്റ് പറയാൻ പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പറന്നു പോകുന്ന പ്രാവ്, പോയി കഴിഞ്ഞാൽ തിരിച്ച് കൂട്ടിൽ തനിയെ കയറുന്ന പ്രാവ്. നമുക്കിത് ഫാൻസി ലെവലാണ്. അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വയം പറന്നു പോകാനോ പറന്ന് കമ്പിലിരിക്കാനോ ഹൈറ്റിൽ പറക്കാനോ സാധിക്കില്ല. മാക്സിമം ഹൈറ്റ് നമ്മുടെ ഒരു ഹൈറ്റ് വരെ അവർക്ക് പറക്കാൻ സാധിക്കുള്ളൂ. അവരെ വെയിറ്റും അവരുടെ ടൈലും എല്ലാം വെച്ച് അവർക്ക് മുകളിലേക്ക് പറക്കാൻ സാധിക്കില്ല ഈ തരം വെറൈറ്റികൾക്ക്. അതാണ് ഇവരുടെ വേറൊരു പ്രത്യേകത. അമേരിക്കൻ ഫാൻറ്റൈൽ തന്നെ നല്ല വലിപ്പമുള്ള സൈസുണ്ട്, നല്ല ചെറുപ്പമുള്ള അല്ല ടൈൽ ലെങ്ത്ത് കുറഞ്ഞ സൈസുകളുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്.
അതുപോലെ തന്നെ കളർ വരെ വെറൈറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ, റെഡ്, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ സ്പ്ലാഷ്, മിക്സ് കളർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ സാഡിൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. സാഡിൽ എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് 2 സൈഡും മാർക്കിംഗ് ആയിരിക്കും. 2 സൈഡ് മാർക്കിങ്, ടൈല് പ്യൂർ വൈറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു വെറൈറ്റി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു പ്രാവിനെ കയ്യിൽ, ചെറുപ്പത്തിലെ ഒരു കുട്ടീനെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ തന്നെ വളർത്തി നമ്മുടെ തന്നെ അറ്റാച്ച്മെൻറ്റ്, നമുക്കൊരു പട്ടിക്കുട്ടിയെ എങ്ങനെയാണോ വളർത്തുന്നത് ആ ലെവലിൽ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് നമ്മുടെ സ്വന്തം ഒരു കയ്യിൽ വെച്ച് കുട്ടീനെ സുഖസുന്ദരമായിട്ട് വളർത്തുന്ന പോലെ നമുക്ക് ഇതിനെ വളർത്താം. ആ ഒരു സ്നേഹം അവരും ഫീൽ ചെയ്യും. നമ്മൾ കൂട്ടിലേക്ക് ചെല്ലുമ്പോഴും അവർ നമ്മുടെ അടുത്തേക്ക് തനിയെ വരികയും കഴുത്തിലിരിക്കലും ഇവിടെ തന്നെ ഇരിക്കലും ഒക്കെ ഇങ്ങനെ ഒരു പ്രത്യേകതരം ഒരു ഇതായിരിക്കും. ഇവരെടുത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് അറിയേയില്ല. അവിചാരിതമായാണ് വിഷ്ണു പ്രാവ് വളർത്തലിൽ എത്തിപ്പെട്ടത്. മൃഗങ്ങളോടും പക്ഷികളോടുമുള്ള സഹജീവി സ്നേഹം ചെറുപ്പം മുതലേ ഈ യുവാവിന് കൈമുതലായി ഉണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ സുഹൃത്ത് സജിത്താണ് ഈ രംഗത്തേക്ക് വിഷ്ണുവിനെ നയിച്ചത്. സജിത്തിന് വീടൊഴിയേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ കൈവശമുണ്ടായിരുന്ന പ്രാവുകളെ വിഷ്ണുവിനെ ഏൽപ്പിച്ചു. ഇപ്പോൾ രണ്ടുപേരും ചേർന്ന കൂട്ടു സംരംഭമാണ് ഈ അലങ്കാര പ്രാവ് വളർത്തൽ. വിഷ്ണു തൻ്റെ ഈ നൂതന സംരംഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. 2 കുട്ടികളിൽ തുടങ്ങിയതാണ് ഞാനിതിനെ. ഇപ്പോൾ ഏകദേശം ഒരു 10-20 പ്രാവുകൾ ആയിട്ടുണ്ടാവും. ആദ്യം കൊണ്ടുവന്ന പ്രാവുകൾ എല്ലാം ഞാൻ വീട്ടിൽ വളർത്തി, തീറ്റയെല്ലാം കൊടുത്ത് വളർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ മുട്ടയൊക്കെ ഇട്ട് ഒരു 18 ദിവസമാണ് ഒരു മുട്ട വിരിയാനുള്ള സമയം. ഫസ്റ്റ് കുട്ടി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് സ്റ്റാർട്ടിങ് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല ഇതിനെന്താണ് എങ്ങനെയാണ് നോക്കേണ്ടത്. എനിക്കെല്ലാം പറഞ്ഞു തന്ന അവനാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-50 പ്രാവുകളുണ്ടാവും. പിന്നെ ഇതിൽ വളർത്തി ഞാനിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വിവിധതരം കളറുകളാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വെറൈറ്റി കളറുകൾ, ബ്ലാക്ക്, യെല്ലോ, റെഡ്, അങ്ങനെയാണ് കൂടുതൽ വളർത്തുന്നത്. അത്യാവശ്യം എനിക്ക് ആൾക്കാർ ഇവിടെ ചോദിച്ചു വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാനിപ്പോൾ കുട്ടികളെ കൊടുക്കുന്നുണ്ട്. പ്രാവിനങ്ങളിലെ ഹൈബ്രിഡ് വെറൈറ്റിക്കാണ് വിപണി മൂല്യം കൂടുതൽ. ബ്രീഡ് ക്വാളിറ്റി പരിപാലിക്കുക ശ്രമകരമായ ഒന്നാണ്. സാധാരണയായി ഇത് സാധ്യമാകുന്നത് വിദേശത്തു നിന്നും നല്ല ഇനങ്ങളെ ഇറക്കുമതി ചെയ്ത് പരിപോഷിപ്പിച്ചാണ്. എന്നാൽ ഇവിടെ വിരിഞ്ഞുണ്ടാകുന്ന പ്രാവിൻ കുഞ്ഞുങ്ങളെ തന്നെയാണ് തികഞ്ഞ നിഷ്കർഷയോടെ ബ്രീഡ് ക്വാളിറ്റി ഉറപ്പുവരുത്തി വളർത്തിയെടുക്കുന്നത്. നമുക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ ഇത് മെച്ചോർഡ് ലെവൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആണും പെണ്ണും തിരിച്ചറിയാൻ സാധിക്കും. നമുക്കൊരു 10 കളിയുമ്പോൾ ഒരു ആണാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അതുപോലെ കറക്റ്റിന് വട്ടമായിട്ട് തന്നെ കറങ്ങും. അത് ആണിൻ്റെ പ്രത്യേകത. പെണ്ണാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സൈലൻറ്റ് ഫീലായിരിക്കും ഇതിലുണ്ടായിരിക്കുക. പിന്നെ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ എപ്പോഴും ഒരു 2 കള്ളി നമ്മൾ പറയാൻ 2 കള്ളി അല്ലെങ്കിൽ 2 ഫെദർ എന്നാണ് ഇതിന് പറയാൻ. പ്രായം ചോദിക്കുമ്പോൾ പറയാം 2 കള്ളി അല്ലെങ്കിൽ 2 ഫെദർ എന്നാണ് പറയുക. ഇപ്പോൾ കുട്ടികളെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 2 ഫെദർ അല്ലെങ്കിൽ 3 ഫെദറായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ രൂപം എങ്ങനെയാണ് വളരുക, നല്ല രീതിയിൽ വളരാൻ നമുക്ക് അറിയാൻ സാധിക്കും. പുതിയൊരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല കുട്ടികളാണ് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്കൊരു 2 ഫെദർ 3 ഫെദർ ആയ കുട്ടികളാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുക. അതിലിപ്പോൾ അവർക്ക് ഇവിടെ വന്ന് നോക്കി അവർക്ക് ഇഷ്ടമായ കളറുകൾ നമ്മൾ ഏതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കുട്ടികളെ നമ്മൾ കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും പറയും. 3 കളിയിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് മെയിൽ ഫീമെയിൽ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ 2 കുട്ടികളെ അവർ കൊണ്ടുപോകണമെങ്കിൽ പറയും. നമ്മൾ അത് കൊണ്ടുപോയിട്ട് വളർത്തിയ ഒരു വിധം വലുതാവായിട്ട് ആണും പെണ്ണും, ചിലപ്പോൾ 2 പെണ്ണായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആണായിരിക്കാം. അത് കൊണ്ടുപോയി ഒരാളുടെ ഭാഗ്യം പോലെ ഇരിക്കും. കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലുതായി കഴിഞ്ഞാൽ 2 ആണാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ നിന്ന് തിരിച്ച് വന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ആ ലെവലുള്ള വേറൊരു ബേഡിന് കൊടുക്കും. 2 പെണ്ണാൽ അങ്ങോട്ട് എക്സ്ചേഞ്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്.
ഗുണമേന്മയ്ക്കനുസരിച്ചാണ് പ്രാവുകൾക്ക് വിലയും ലഭിക്കുന്നത്. സജിത്ത് ഗുണനിർണയത്തിൽ വൈദഗ്ധ്യം ലഭിച്ചയാളാണ്. സാഡിൽ അമേരിക്കൻ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇത് ഷീൽഡ് അമേരിക്കൻ എന്നും പറയും. ഇതിൽ എന്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ഫുൾ വൈറ്റ് ആയിരിക്കും. ഈ ബോഡി ഡബിൾ സൈഡ് പെർഫെക്റ്റ്, രണ്ട് സൈഡ് മാർക്കിംഗ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇത് അമേരിക്കൻ ഫാൻറ്റയിലൊരു ഡിഫറെൻറ്റ് ബ്രീഡാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ സംഭവം തന്നെയാണ്, ഈ മാർക്കിംഗ് ആണ്. മാർക്കിംഗ് ഉള്ള ബേഡ്സിന് നല്ല റേറ്റാണ്. ഇതിൽ പല ഡിഫറെൻറ്റ് ടൈപ്പിൽ മാർക്കിംഗ് ഇല്ലാതെ വരും. അതൊക്കെ നോർമൽ ഒരു റേറ്റിൽ തന്നെയാണ് പോവുക. പെർഫെക്റ്റ് മാർക്കിംഗ് ഉള്ള ബേഡിന് എന്നും ഡിമാൻഡാണ്. സാഡിൽ അമേരിക്കൻ കളേഴ്സിൽ വരുന്നത് റെഡ് വരുന്നുണ്ട്, സാൻഡിൽ കളർ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ. പിന്നെ സബ്ജ കളർ എന്ന് പറഞ്ഞിട്ട് ബ്ലൂ കളർ വരുന്നുണ്ട് സാഡിൽസിൽ. അതാണ് അവരുടെ മെയിൻ മാർക്കിങ്ങും വാല്യൂ. പേരൻസിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് അമേരിക്കൻസിനെ വളർത്തുന്നത്. ആ ലൈനിൽ ഇപ്പോൾ ഇത് ഷോർട്ടാണെങ്കിലും ഇതിലിറങ്ങുന്ന കുഞ്ഞ് നെക്സ്റ്റ് കുഞ്ഞ് ഹെവി ആവും എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഗ്രാൻഡ് ഫാദർ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബ്ലഡ് ലൈൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ അമേരിക്കൻ സെലക്ട് ചെയ്ത് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്. ഇത് ഫുൾ ബ്ലാക്ക് ബേഡാണ്. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വരും. ടെയിൽ മാർക്ക് വരും ഫുൾ ബ്ലാക്കിൽ. അത് റിബൺ പോലെ ഇവിടെ ടെയിലിൽ മാർക്ക് ഉണ്ടായിരിക്കും. ഈ ബേഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്കാണ്. അതിന് റിബൺ ഒന്നുമില്ല. റിബൺ ഇല്ലാത്ത ബേഡിന് ഡിമാൻഡാണ് ഫുൾ ബ്ലാക്ക്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പെയർ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഒരു ഫീമെയിൽ, ആ പെയർ ലൈഫ് ടൈം ആ പെയർ തന്നെ ആയിരിക്കും. വേറൊരു മെയിലിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ വേറൊരു ഫീമെയിൽ ഈ മെയിലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ അറ്റാക്ക് ചെയ്യും. അവൻ മാക്സിമം അവനെ കൊന്നുകളയും. അത്രയും ഒരു കേജിലിട്ട് കഴിഞ്ഞാൽ ഒരു ഫാമിലി ലൈഫിൽ നിൽക്കുമ്പോൾ വേറൊരു ഫീമെയിലിനെ കൊണ്ടുവന്നാൽ ഇവൻ അറ്റാക്ക് ചെയ്യും. മെയിലും ഫീമെയിലും അറ്റാക്ക് ചെയ്യും. അവൻ ഫീമെയിലിനൊരു മെയിലിന് ഇട്ട് കൊടുത്താലും അവർ അറ്റാക്ക് ചെയ്യും. അവരുടെ ലൈഫ് ജെനുവിൻ ലൈഫാണ്. മാറ്റി മാറ്റി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിഫറെൻറ്റ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഒരാഴ്ചയെങ്കിലും രണ്ട് മെയിലും ഫീമെയിലിനെ സ്പ്ലിറ്റാക്കി മാറ്റി നിർത്തിയിട്ട് വേണം നെക്സ്റ്റ് ഒരു ഫീമെയിലിനെ കൊണ്ടുവരുമ്പോൾ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിർത്തിയതിന് ശേഷം മാത്രമേ ഒരുമിച്ച് ഇട്ട് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അതിനെ ഇവൻ കൊത്തി ഡെഡാക്കും. അതാണ് ഇവരുടെ മെയിൻ ക്വാളിറ്റി. 2015 ഓൾ ഇന്ത്യ പീജിയൻ ഷോയിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് ഈ ശേഖരത്തിലെ സുന്ദരൻ പ്രാവിനാണ്. She's the queen of your show. Number one. നമ്മുടെ ഓൾ ഇന്ത്യ പീജിയൻ ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ നടത്തി. യുണൈറ്റഡ് പീജിയൻ ക്ലബ്ബാണ് അത് നടത്തിയത്. വേൾഡ് ലെവലിലുള്ള ഒരു ക്ലബ്ബാണ്. അപ്പോൾ വേൾഡിലെ തന്നെ നമ്പർ 1 ജഡ്ജാണ് വന്നത് ഷോയ്ക്ക്. സുഹൈർ ഹാജി എന്ന് പറഞ്ഞ ജഡ്ജാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് ടാഗോർ ഹാളിലാണ് നടത്തിയത്, തൃശ്ശൂരിൽ തന്നെ. ഒരുവിധം ഓൾ ഇന്ത്യയിലുള്ള എല്ലാ ബ്രീഡേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അമേരിക്കൻ ഫാൻറ്റൈൽ കാറ്റഗറിയിൽ നമ്മുടെ ബേഡാണ് ചാമ്പ്യൻ ആയിട്ടുള്ളത്. സാൻഡൽ കളറിൽ വിൻ ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യ ബേഡിൽ എല്ലാ വെറൈറ്റി ഡിഫറൻസ്. ഇതിലിപ്പോൾ സാഡിൽ അമേരിക്കൻസ് ഉണ്ട്, ഡബിൾ സൈഡ് മാർക്കിങ്, സിംഗിൾ കളർ ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. എല്ലാ കളേഴ്സിലും വെച്ചിട്ട് നമ്മുടെ ബേഡാണ് വിൻ ചെയ്തത്. അതിനും പുറമെ 50 ചാമ്പ്യന്മാർ, ഡിഫറെൻറ്റ് ബേഡ്സുകളിലെ 50 ബെസ്റ്റ് ഇൻ ഷോയിൽ നമ്മുടെ ബേഡ് സെക്കൻഡ് ചാമ്പ്യനായി. അതും ഒരു വലിയൊരു അസറ്റായിട്ടും ഭാഗ്യമായിട്ടും കരുതുന്നു. ഇത്രയും വലിയൊരു ജഡ്ജ് വന്നിട്ട് നമുക്ക് അവരുടെ മുന്നിൽ ചാമ്പ്യനായതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള ഒരു ഫലം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രാവുകളുടെ ആയുർദൈർഘ്യം സാധാരണയായി 5 വർഷമാണ്. ഏകദേശം 6-7 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും. പ്രാവു വളർത്തലിലെ ഒരു പ്രധാന ഘട്ടമാണ് കൂട് നിർമ്മാണം. ചെറിയ കള്ളികളുള്ളതും ചേക്കേറുവാൻ സ്ഥലമുള്ളതും സുരക്ഷിതത്വമുള്ളതുമായിരിക്കണം കൂടുകൾ. കൂടിനു ചുറ്റും വലയിട്ട് സുരക്ഷിതമാക്കുന്നതും ഉറപ്പുള്ള പൂട്ടുകൾ ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ കൂട് പൂട്ടിയിടുന്നതും വിലപിടിച്ച ഈ പ്രാവുകളെ നഷ്ടപ്പെടാതെ നിലനിർത്തുവാൻ സഹായിക്കും. അധികം വലിയ വലിപ്പത്തിലൊന്നും കൂടടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ തരം വെറൈറ്റികൾക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3x3 എന്ന അളവിലാണ് നമുക്ക് ഒരു കൂട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു കൂട്ടിൽ നമുക്കൊരു 2 പ്രാവിനെ വരെ ഇടാൻ സാധിക്കും.
അവർക്ക് ഒരു ചെറിയൊരു കൂട് 3-3 കൂട് പണിതാൽ മാക്സിമം ഒരു ഇവരെ അതായത് മെച്ചോർഡായി എന്ന് അറിയിക്കാനുള്ള ഒരു ലെവൽ അതിനുള്ളിൽ ഫെദറുകൾ ഉണ്ടാകും. തൂവലുകൾ വലിയ തൂവൽ ഒരു 10 തൂവലുണ്ടാവും. ഒരു 10 തൂവൽ അതിന് ഓരോന്ന് കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോകുന്നത് ഒരു 10ാമത്തെ തൂവൽ കൊഴിഞ്ഞു പോകുമ്പോഴാണ് അത് ബേഡ് മെച്ചോർഡായെന്ന് പറയാം. അതായത് നമുക്ക് അവരെ മെച്ചോർഡായി മുട്ടയിടുന്ന സമയമാവും. അപ്പോൾ അതിൽ നമുക്കൊരു ആണും പെണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു 4 ഒരു 6 മാസം ലെവലിലാണ് അവർ ഒരു എഗ്ഗ് ചെയ്യും. എഗ്ഗ് ചെയ്ത് ഫസ്റ്റ് എഗ്ഗ് 2 എഗ്ഗ് ഇട്ട് ഒരു 18 ദിവസമാണ് അവരെ വിരിയാനുള്ളൊരു ടൈം. 18ാമത്തെ ദിവസം അവർ എഗ്ഗ് വിരിയും. എഗ്ഗ് വിരിഞ്ഞ് ആ ബേഡ് തന്നെ ഇരിക്കുക ഒരു 45-60 ദിവസം വരെ ആ കുഞ്ഞുങ്ങളെ നോക്കും. വീണ്ടും ഒരു 75 ദിവസം ആകുമ്പോൾ അവർ വീണ്ടും സെക്കൻഡ് എഗ്ഗ് ചെയ്യും. സെക്കൻഡ് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിരിയുന്ന വരെ, അത് വീണ്ടും 18 ദിവസം വിരിയുന്നത് വരെ ആ മുന്നുണ്ടായ കുട്ടികളെ അവർ സ്വയം നോക്കും. അത് കഴിഞ്ഞാൽ അവർ പതുക്കെ അവർ കൊത്തി നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വലുതാകുമ്പോൾ കൊത്തിയാട്ടണ പോലെ അവർ കൊത്തിയാട്ടും. അപ്പം നമ്മൾ അതിനെ എടുത്ത് പുതിയ കൂട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്കതിനെ വിൽക്കാനുള്ള സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു ഇപ്പം നല്ല രീതിയിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊണ്ടു നടക്കുന്നത്. കൂട്ടിൽ നല്ല ശുദ്ധമായ ജലലഭ്യത ഉറപ്പുവരുത്തണം. പലപ്പോഴും മലിനജലത്തിൽ നിന്നും വൃത്തിഹീനമായ തീറ്റയിൽ നിന്നുമാണ് പ്രാവുകൾക്ക് രോഗബാധ ഉണ്ടാകുന്നത്. കുടിക്കുവാനുള്ള ജലത്തിലും നൽകുന്ന തീറ്റയിലും ഇവയുടെ തന്നെ കാഷ്ടം വീഴാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം നിതാന്ത ജാഗ്രതയാണ് ഈ യുവ സുഹൃത്തുക്കൾ പുലർത്തുന്നത്. അസുഖങ്ങളൊന്നും എൻ്റെ രീതിയിൽ അസുഖങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാനിവിടെ കൊടുക്കുന്നതൊന്നും അധികം പുറമേ നിന്നുള്ള മെഡിസിൻ പൊതുവെ ഞാൻ കുറവാണ് കൊടുക്കുന്നത്. കുട്ടി വിരിഞ്ഞ് 2 മാസം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ടൈം ഞാൻ കൊടുക്കുന്നത് വിരയ്ക്കുള്ള മരുന്നാണ്. ഫസ്റ്റ് ടൈം ഞാൻ വിരയ്ക്കുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലുള്ള ആയുർവേദ പൊടികളാണ് ഞാൻ മിക്കതും പ്രാവിനായിട്ട് കൊടുക്കുന്നത്. മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുരുമുളക്, അയമോദകം, മഞ്ഞപ്പൊടി, കരിഞ്ജീരകം, സാദാ ജീരകം എന്നിവയെല്ലാം ഞാൻ കറക്റ്റ് ഒരു 1/2 കിലോ എന്ന രീതിയിലെല്ലാം വാങ്ങി ഉണക്കി പൊടിച്ച് നമ്മുടെ ഫുഡിൽ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ആ ഒരു കറക്റ്റ് ലെവലിൽ ഞാൻ കൊടുക്കുന്ന കാരണം എനിക്ക് ഇവിടെ തീരെ അസുഖം എന്ന രീതിയിൽ ഇവിടെ വരാറില്ല. നല്ല രീതിയിൽ ആ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ പൊടി കൊടുക്കുന്ന കാരണം എനിക്കിവിടെ നല്ല രീതിയിൽ അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് കൂട് വൃത്തിയായി സൂക്ഷിക്കണം. അതാണ് ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കൂട് എപ്പോഴും വൃത്തിയായിരിക്കണം. ഫുഡ്, വെള്ളം, കൂടിൻ്റെ ഉള്ളിൽ അതിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന കാട്ടം അത് കറക്റ്റ് ഒന്നില്ലെങ്കിൽ താഴെ പോണ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വിരിച്ച് ഇടണം. അത് 1 ദിവസം 2 ദിവസം കഴിഞ്ഞ ശേഷം നമ്മളത് മാറ്റണം. ഇതിൻ്റെ കുടിക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും അതിന് കയറി നിൽക്കാനോ അതിലേക്ക് കാഷ്ടം വീഴാനോ പാടില്ല. അതാണ് ഇതിൻ്റെ അസുഖം വരാനുള്ള ഒരു കാരണം. അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ എന്തെങ്കിലും കാഷ്ടം വീഴുക. കാഷ്ടത്തിൽ നിന്നാണ് ഇവർക്ക് കൂടുതലായിട്ട് അസുഖങ്ങൾ വരിക. അപ്പം നമ്മളെപ്പോഴും ജസ്റ്റ് വെള്ളം കുടിക്കണ ഒരു തുമ്പ് പാത്രം മാത്രം അതിന് ഉള്ളിലേക്ക് വരാൻ പാടുള്ളൂ. ആ രീതിയിലാണ് ഞാൻ ഇവിടെ വെള്ളം സജ്ജീകരിച്ചിട്ടുള്ളത്. അത് മാത്രം കുടിക്കുള്ളൂ. അതിലേക്ക് കഴിയുന്നതും കാഷ്ടം വരാതെ നോക്കണം. ഏറ്റവും കൂടുതൽ കാഷ്ടം അതിൽ വീണാലാണ് നമുക്ക് ഇവിടെ അസുഖങ്ങൾ കൂടുതൽ വരിക. അത് ഒരു ദിവസമാണ് നമ്മൾ ഒരു പാത്രം വെള്ളം വയ്ക്കുള്ളൂ. അത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ വെള്ളം മാറ്റി പുതിയ വെള്ളം വെച്ച് കൊടുക്കും. ഇവയുടെ പ്രജനന കാലമാണ് ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടത്. പ്രാവിൻ മുട്ടകൾ വിരിയുവാൻ 18 ദിവസം വരെ വേണ്ടിവരും. മുട്ട വിരിഞ്ഞ് പുറത്തുവരുന്ന കുഞ്ഞുങ്ങൾ പ്രാവിൻ്റെ കഴുത്തിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ കുടിച്ച് വളരുന്നു. ആദ്യത്തെ 10 ദിവസങ്ങൾ മിൽക്കിംഗ് പീരീഡാണ്. അതിനുശേഷം സ്റ്റാർട്ടർ തീറ്റകൾ നൽകി തുടങ്ങും. 45 ദിവസങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്നു. എങ്ങനെയാണ് ഈ കാലം തിരിച്ചറിയുന്നത് എന്ന് സജിത് വിശദീകരിക്കുന്നു. ഒരു ബേഡ് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 18 ദിവസത്തിനുള്ളിൽ എഗ്ഗ് വിരിയും. അതിനുശേഷം ഒരു 55 ഡേയ്സിനുള്ളിൽ ആ കുഞ്ഞ് മെച്ചുവേർഡായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, കിട്ടും ഒരു ബ്രീഡ്.
18 ദിവസമാണ് അതിൻ്റെ വിരിയാനുള്ള ഒരു സംഭവം. ഈ ബേഡിനെ മറ്റുള്ള പീജിയൻസിൽ വെറൈറ്റികൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പോലെ കോഴികളുടെയും അതുപോലെയല്ല ഇവരുടെ സംഭവം. കോഴിയൊക്കെ ജസ്റ്റ് എഗ്ഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓടി നടക്കും. പക്ഷേ നമ്മുടെ പീജിയൻ എന്ന് പറഞ്ഞാൽ പീജിയൻ ബ്രീഡായി എഗ്ഗിലിരുന്ന് ഒരു 10 days ഇരുന്നാൽ അവരെ തൊണ്ടയിൽ തൊണ്ടയിൽ മിൽക്ക് വരും. ആ മിൽക്ക് കുഞ്ഞ് വിരിഞ്ഞാൽ ആ കുഞ്ഞിന് കൊടുത്താൽ മാത്രമാണ് ആ ബേഡ് വളർച്ച ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡെഡായി പോകും. മറ്റുള്ള ബേഡ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ് പീജിയൻസ്. അത് 10 days അതിലിരുന്നാൽ തന്നെയാണ് ആ മിൽക്ക് അവർക്ക് കൊടുത്താൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ വളരുള്ളൂ. പ്രാവുകൾക്ക് ഏറെ പ്രിയം ധാന്യമണികളാണ്. മണിച്ചോളമാണ് ഇവയുടെ തീറ്റവസ്തു. കൂടാതെ ഗോതമ്പ്, പയർ തുടങ്ങിയ ധാന്യങ്ങളും ഇവയ്ക്ക് നൽകാം. തീറ്റയിൽ ആരോഗ്യ സംരക്ഷണത്തിനായി കാൽസ്യവും വൈറ്റമിനുകളും ചേർക്കാറുണ്ട്. കൂട് ഇടയ്ക്കിടെ വൃത്തിയാക്കിയും വെള്ളം ദിവസേന മാറ്റിയും ആരോഗ്യപരിപാലനം ഉറപ്പുവരുത്തണം. തികഞ്ഞ ശ്രദ്ധയോടെ തങ്ങൾ വളർത്തിയെടുത്ത ഈ പ്രാവുകൾ നേടിത്തന്ന പുരസ്കാരങ്ങളും വരുമാനവും ഈ യുവ കർഷകരെ ആഹ്ലാദഭരിതരാക്കുന്നു. അലങ്കാര പ്രാവുകളുടെ പരിചരണത്തിനും വിപണനത്തിനുമായി പുതിയ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ നിലവിലുണ്ട്. ഇവയുടെ വിപണനവും കൂടുതലായി നടക്കുന്നത് നവമാധ്യമ കൂട്ടായ്മകളിലൂടെയാണ്. പ്രാവ് വളർത്തൽ കേവലം വിനോദം മാത്രമല്ല, ആദായകരമായ ഒരു ജീവിത വൃത്തിയാണ് എന്ന് ഈ ചെറുപ്പക്കാർ തെളിയിക്കുന്നു.